നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നമ്മുടെ താരങ്ങളൊക്കെ തലങ്ങനും വിലങ്ങനും ഓട്ടമാണ്. വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന പല താരങ്ങളും നാണിച്ച് തല കുനിക്കുകയാണ്. ഉപ്പുപോലും പഞ്ചസാരയായി തോന്നും എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതിയായിട്ട് വരൂ, ഞങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്താം എന്ന് പറഞ്ഞതിൻ്റെ വിശ്വാസത്തിൽ നിരവധി അതിജീവിതകൾ രംഗത്തേക്ക് വരികയാണ്. ഈ അവസരത്തിൽ നടി ഭാവന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ചെഗൂരയുടെ വാക്കും ചെഗൂരയുടെ ചിത്രവുമുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അനീതി എവിടെ നടന്നാലും അത് തിരിച്ചറിയാനും ഒപ്പം ഇടപെടാനും കഴിയണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇരകൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാകും ഭാവന ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ വേട്ടക്കാരെ മൊത്തത്തിൽ പൂട്ടാൻ വേണ്ടി സർക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ. അതായത് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഇടപെടില്ല, ഒരു സർക്കാരും കൈകടത്തില്ല, ഒരു സർക്കാരും അത്തരത്തിൽ സിനിമാ മേഖലയെ തൊടാൻ തയ്യാറാകില്ല എന്നൊക്കെ പറയുന്നിടത്താണ് പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ സർക്കാർ ഇങ്ങനെ AMAയിൽ നടക്കുന്ന, അതായത് അമ്മയിൽ നടക്കുന്ന ഇത്തരം കൊടിയ ക്രൂരതകൾക്കെതിരെയും പീഡനങ്ങൾക്കെതിരെയും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിലതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഒരാൾക്ക് കൂടി കൊടുക്കേണ്ടതുണ്ട്, സർക്കാരിനൊപ്പം തന്നെ WCCക്കും. അതായത് നമുക്കറിയാം, 2017 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് കരുത്തു പകരാൻ വേണ്ടിയാണ് ഈ WCC രൂപീകരിക്കുന്നത്. അതിനുശേഷം ഈ സമയം വരെ ഈ WCC ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ അതിശക്തമായിട്ടുള്ള നിലപാടാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സിദ്ദിഖ് തുടങ്ങി ഏകദേശം 21ഓളം താരങ്ങൾ കൂറുമാറിയപ്പോഴും കൂറുമാറാതെ നട്ടലോടെ ഉറച്ചു നിന്ന WCC അംഗങ്ങളെ നിങ്ങൾ വേറെ ലെവലാണ്, നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട് നൽകാതെ വയ്യ. ആരൊക്കെയാണ്? സിദ്ദിഖും അതുപോലെ തന്നെ നമ്മുടെ നാദിർഷ, ഭാമ, ബിന്ദു പണിക്കർ, അങ്ങനെ നിരവധി ആളുകൾ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പല ആളുകൾ ആ കേസുമായി ബന്ധപ്പെട്ട് കൂറുമാറിയപ്പോൾ നിങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണെന്ന് ഈ നാക്കുകൊണ്ട് പറയില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് ഈ കൂറുമാറിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോഴും അവസരങ്ങൾ നിരവധി നിഷേധിക്കപ്പെട്ടിട്ടും ഞങ്ങൾ വേട്ടക്കാരനൊപ്പം നിൽക്കില്ല എന്ന നിലപാടെടുത്ത WCCയിലെ പെണ്ണുങ്ങളെ, സ്ത്രീകളെ നിങ്ങൾ വേറെ ലെവലാണ്, നിങ്ങളെ കണ്ടുപഠിക്കണം വളർന്നു വരുന്ന തലമുറ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ആ സ്ത്രീയുടെ നീതിക്ക് വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവർ തന്നെ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരത്തിന് ഇപ്പോൾ അടി കിട്ടുമ്പോൾ ആലോചിക്കുന്നുണ്ടാകും. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ആവശ്യത്തിനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ മൊത്തത്തിലാകെ നാണം കെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയാതെ വയ്യ. ഈ സിദ്ദിഖൊക്കെ ആരാണെന്ന് നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ തുടക്കം മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിലീപിന്റെ സിനിമയിലെ സ്ഥിരം ഒരു സാമീപ്യമാണല്ലോ ഈ സിദ്ദിഖ് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ദിലീപുമായിട്ടുള്ള ഒരു ഇരിപ്പുവശവും ഈ നാദൃശ്യയുടെ ഒക്കെ ഇരിപ്പുവശമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണല്ലോ ഇത്തരത്തിലുള്ള പല നിയമ പോരാട്ടങ്ങളും, ഇത്തരത്തിലുള്ള പല പോരാട്ടങ്ങളും. എന്തായാലും ഈ പോരാട്ടത്തിന്റെ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ പലരും വിയർക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മമ്മൂട്ടിയോ മോഹൻലാലോ ഈ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതായത് അമ്മ എന്ന് പറയുന്ന സംഘടന എന്തിനാണ് രൂപീകരിച്ചത്? അതായത് സിനിമാ മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയാണ്. പക്ഷേ അമ്മയിൽപ്പെടുന്ന പല ആളുകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നീതിക്ക് വേണ്ടി ഒരു കത്ത് കൊടുക്കുമ്പോൾ, ഒരു പരാതി കൊടുക്കുമ്പോൾ പോലും അവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇങ്ങനൊരു സംഘടന? ആ സംഘടനയിൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പല താരങ്ങളും ഉണ്ടായിരുന്നു എന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളൊക്കെ സിനിമയിലെ മാത്രം ഹീറോ ആയിരുന്നു, ജീവിതത്തിൽ ബിഗ് ഹീറോ ആയിരുന്നു എന്ന് ഇതൊക്കെ കാണിച്ചു തരികയാണ്. ഓരോ ദിവസവും ഓരോ ആളുകൾ പല വെളിപ്പെടുത്തലുമായി രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഈ പരാതി ഉയർത്തുന്ന ആളുകൾ ഉയർത്തുന്ന പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ വേട്ടക്കാർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം നിരവധി ആളുകൾ വേട്ടക്കാരാണ്. പക്ഷെ അവരൊക്കെ വേട്ടക്കാരാണോ എന്ന് പരിശോധിച്ച ശേഷം, ആ വാക്ക് ശ്രദ്ധിക്കണം, പരിശോധിച്ച ശേഷം
അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ പലരും പറയുന്നുണ്ട്, അതായത് അവർക്ക് തങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും സിനിമാ മേഖലയിൽ നടക്കുന്നത് വലിയ വലിയ ഗംഭീര മാഫിയകളുടെ ഒരു നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വേറെ എന്തൊക്കെയോ ആണ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ കണ്ടല്ലോ. അതായത് സ്ത്രീവിരുദ്ധതയുടെയും പുരുഷാധിപത്യത്തിൻ്റെയും അങ്ങേയറ്റം മാത്രമല്ലല്ലോ, മാഫിയ സംഘങ്ങളുണ്ടെന്ന് വരുന്നു, പവർ ഗ്രൂപ്പുകളുണ്ടെന്ന് പറയുന്നത് പലരും സമ്മതിച്ചു തരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആ മേഖലയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കും. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അപകടപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏകദേശമൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടെന്ന്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടന്മാരുടെ മൗനം തീർത്തും ലജ്ജാകരമാണ്. അവർ പ്രതികരിക്കേണ്ടതാണ്, അവർ നിലപാട് പറയേണ്ടതാണ്. അവർക്ക് ഈ സമയമായിട്ടും ഇത്തരം വിഷയമുണ്ടായിട്ടും അവരുടെ മേഖലയിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്വയം ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ സ്വയം പല ആളുകളും രാജിവെച്ച് ഇറങ്ങുമ്പോൾ പോലും ആ വിഷയത്തിൽ പോലും പ്രതികരണം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പോലും അമ്മയുടെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നതാണ്. ആ മീറ്റിംഗ് ചില അസൗകര്യങ്ങൾ കൊണ്ട് മാറ്റിയെന്നാണ് പറയുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? അവിടെ വരുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരെ ഫേസ് ചെയ്യേണ്ടി വരും. മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വായിൽ പഴം പുഴുങ്ങിയതുപോലെ പോകാൻ പറ്റില്ലെന്ന് പ്രതികരിക്കേണ്ട ആ സാഹചര്യം വരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഒഴിവാക്കുക. അതുകൊണ്ട് ചില മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയത് തന്നെയാകാം എന്ന് തന്നെ വേണം ഉറപ്പിച്ചു പറയാൻ. ഇത്തരം അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സംഭവങ്ങളെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിപക്ഷം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഭരിക്കുന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടന്റെ കൂട്ടുകാരൻ ധർമ്മജൻ ബോൾഗാട്ടിക്ക് നിങ്ങൾ ബാലരാമപുരത്ത് മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്ത ആളുകൾ കൂടിയാണ്. മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയെന്ന് പറയുന്ന ദിലീപിന് ആലുവയിൽ നിങ്ങൾ മുഖ്യ അതിഥിയായിട്ട് നിങ്ങളുടെ നഗരസഭയിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി അവസരം കൊടുക്കുകയും ആ ദിലീപിനൊപ്പം നിന്ന് നഗരസഭയിലെ അന്നത്തെ JB മേത്തർ, ഇന്നത്തെ രാജ്യസഭാ അംഗം, ഫോട്ടോ എടുത്തൊന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിഷയത്തിലെങ്കിലും നിങ്ങൾ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തരുത്. കാരണം അത് നിങ്ങളെ തന്നെ നാണം കെടുത്തും എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ചില കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളിൽ സ്വീകരിക്കാനിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലൊരു മാറ്റം നമ്മുടെ സിനിമാ മേഖലയെ ആകെ കൊള്ളരുതാത്തതാണെന്ന് വരുത്താനല്ല. സിനിമാ മേഖലയിലുള്ള എന്തെങ്കിലും കൊള്ളരുതാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊഴിവാക്കി അതിൻ്റെ മേന്മ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഇന്ന് രാജ്യത്തിന് മുന്നിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കേരളം മാത്രമേ ഉള്ളൂ. സിനിമ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെയുണ്ട്. പക്ഷേ നമ്മൾ മാത്രമേ ഇത്തരമൊരു മുൻകൈക്ക് തയ്യാറായിട്ടുള്ളൂ.